ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ജോസ്മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച നിലയിൽ കണ്ടുവെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. രാത്രി ജോസ്മോനും ഏഞ്ചലും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ജോസിന്റെ പിതാവിനോട് ഏഞ്ചൽ മോശമായി പെരുമാറിയതിൽ പ്രകോപിതനായ ജോസ് കഴുത്തിൽ തോർത്തുകുരുക്കി കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. സംഭവം ബന്ധുക്കളിൽ നിന്നടക്കം ഒരു രാത്രി ജോസ് മൂടിവെച്ചു. മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ജോസ്മോൻ തന്നെയാണ് ഇന്ന് പുലർച്ചെ അയൽവാസികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് വാർഡ് മെമ്പർ അടക്കമാണ് ഏഞ്ചലിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഞാൻ അകത്ത് കയറി ഈ പെൺകുട്ടി കിടക്കുന്നത് നോക്കുമ്പോൾ കട്ടിലേ കിടക്കുകയാണ്. അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു ആംബുലൻസ് ഞാൻ തന്നെയാണ് വിളിച്ചത്. ആംബുലൻസ് വിളിച്ചു. ആ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ സ്ഥലത്ത് രണ്ടാമത് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കമായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഇങ്ങനെ ഇത് കൊലപാതകമാണെന്ന് സംശയമുണ്ട്, പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പിന്നീട് ഈ പ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ തർക്കമുണ്ടാകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ആ വീട്ടിലെ ആൾക്കാരുടെ ഒരു സ്വഭാവം വെച്ച് ആരുമായിട്ടും ഒരു പിണക്കമുണ്ടാകുന്നവരല്ല. ഹൃദയസ്തംഭനം എന്നാണ് ആശുപത്രിയിൽ നൽകിയ വിശദീകരണം. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ വിവരം പോലീസിനെ അറിയിച്ചു. വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടെ ജോസ്മോൻ കുറ്റം സമ്മതിച്ചു. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസി ജീവനക്കാരിയായിരുന്നു ഏഞ്ചൽ. ഭർത്താവുമായി പിണങ്ങി 2 മാസത്തിലേറെയായി സ്വന്തം വീട്ടിലായിരുന്നു ഏഞ്ചൽ താമസിച്ചിരുന്നത്. തുമ്പോളി സ്വദേശിയാണ് ഏഞ്ചലിൻ്റെ ഭർത്താവ്. ജനം, ആലപ്പുഴ.